ഹലോ ഡിയേഴ്സ്. അപ്പം കഴിഞ്ഞ വർഷം ന്യൂ ഇയറിന് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ഈ വർഷവും ബൈ കോയിൻസിഡൻസ് ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ്. അപ്പം ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ രണ്ടുപേർക്ക് നല്ല വിഷമമുണ്ട്. കാരണം നമ്മൾ നാട്ടിൽ നിന്ന് മാറിയിരിക്കുകയാണ്. എന്ന് വെച്ചാൽ നമുക്ക് കഴിഞ്ഞ വർഷം അത്ര നല്ലതൊന്നും അല്ലായിരുന്നു. രണ്ടുപേരെ സംബന്ധിച്ച് അത്ര നല്ലതൊന്നും അല്ലായിരുന്നു. പക്ഷെ എന്നാൽ പോലും കുറച്ച് തീരുമാനങ്ങളും കുറച്ച് നമ്മുടെ കൂടെ ആരൊക്കെ കാണും ആരൊക്കെ കാണത്തില്ല, അല്ലെങ്കിൽ നമ്മൾ ഇനി എങ്ങനെ ആവണം എന്നൊക്കെ പഠിപ്പിച്ചു തന്നൊരു വർഷമായിരുന്നു അല്ലേ 2020. അതെ അതെ എന്ന് പറയുന്നത്. അപ്പം ഒരുപാട് ഞങ്ങളുടെ കൂടെ നിന്നവർക്കും നിൽക്കാത്തവർക്കും കൂടെ നിന്ന് പുറകിൽ നിന്ന് കുത്തിയവർക്കും അതേപോലെ നമ്മുടെ കൂടെ അത്രയും കൂട്ടായിട്ട് നിന്ന് നമുക്ക് എല്ലാത്തിനും സപ്പോർട്ടായവരെയും എല്ലാവരെയും ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുന്നുണ്ട്. എസ്പെഷ്യലി നമ്മുടെ വീട്ടുകാരല്ലേ. അതെ, കാരണം ഏത് പ്രശ്നം വന്നാലും നമ്മുടെ കൂടെ നിൽക്കുന്നത് നമ്മുടെ വീട്ടുകാർ മാത്രമേ ഉള്ളൂ, അല്ല വേറെ ആരും നാട്ടുകാരോ ആരും കാണും. പിന്നെ നമ്മൾ നാട്ടുകാരുടെ ചിലവിലല്ല ജീവിക്കുന്നത്, നമ്മൾ ജോലി എടുത്താലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ, അത് വേറൊരു കാര്യം. പിന്നെ വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചാണെങ്കിൽ കഴിഞ്ഞ വർഷം ഞാൻ ഒരു പുതിയ ലൈഫിലോട്ട് കയറി. എന്താണ്, മകളിൽ നിന്നും മരുമകളെന്ന് പറയാം, പുതിയൊരു ഉത്തരവാദിത്തങ്ങളും അതും ഇതുമൊക്കെ വന്നൊരു വർഷമായിരുന്നു. സത്യം പറഞ്ഞാൽ കുറേ നല്ല കാര്യങ്ങളും ഉണ്ടായിരുന്നു, ചീത്ത കാര്യങ്ങൾ, അങ്ങനെ കുറേ സംഭവങ്ങൾ നമുക്ക് പഠിപ്പിച്ച് തന്നൊരു വർഷമായിരുന്നു നമ്മുടെ ഈ 2025. അപ്പോൾ ഞങ്ങൾ ഈ സമയത്ത് ദുബായിലാണ്. ദുബായിൽ കൂടെ ഞങ്ങളിങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കണ്ണ് ശരിക്കും അറിയുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരിയും പേരെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ. പിന്നെ ഇതൊക്കെ ലൈഫിൻ്റെ ഒരു ഭാഗമാണ് എന്നോർക്കുമ്പോൾ നമ്മൾ സമാധാനിക്കുന്നുണ്ട് അല്ലേടോ. അതെ, ഞാൻ പറഞ്ഞു ഇതിനെക്കുറിച്ച്. അങ്ങനെ ഞങ്ങൾ റൂം നോക്കണമായിരുന്നു, എനിക്ക് റൂം നോക്കണമായിരുന്നു. റൂം നോക്കി പേയ്മെൻ്റ് ഒക്കെ കൊടുത്തിട്ട് നമ്മളിങ്ങനെ നടക്കുവാണ്. നടന്ന് കരാമ എത്താറായിട്ടില്ല. ഇവിടെ സിഗ്നലിൻ്റെ അവിടെ ഇങ്ങനെ വന്ന് വെയിറ്റ് ചെയ്യുവാണ്. പിന്നെ നാട് നന്നായിട്ട് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. കാരണം ന്യൂ ഇയറിന് അവിടെ കഴിഞ്ഞ വർഷം ഞങ്ങൾ അവിടെയായിരുന്നു, പക്ഷേ കഴിഞ്ഞ വർഷം ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു. ഈ വർഷവും ഒരുമിച്ചാണ്. ആ ഒരു സന്തോഷം. നമ്മുടെ പെറ്റമ്മയാണല്ലോ അത്, നമ്മുടെ നാടെന്ന് പറയുമ്പോൾ നമ്മുടെ അമ്മയെ വിട്ട് നമ്മൾ നിൽക്കുന്നൊരു ഫീലാണ് നമുക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ വരുമ്പോൾ. അപ്പോൾ അങ്ങനെ എല്ലാവരും നമ്മുടെ നാട്ടിലുള്ളവർക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഹാപ്പിയാണ്, സന്തോഷകരാണെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്തായാലും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അതേപോലെ തന്നെ എന്തായാലും അത്യാവശ്യം എല്ലാവരും ഞങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്. എന്താ പറയേണ്ടത്, ഞങ്ങൾക്കിപ്പോൾ വാക്കുകൾ കിട്ടുന്നില്ല സത്യം പറഞ്ഞാൽ. അതെ, എന്താ പറയേണ്ടതെന്ന് അറിയില്ല. കാരണം ഇനി അടുത്ത് ഇനി ഏതാനും മണിക്കൂറുകൾ കൂടെ കഴിഞ്ഞാൽ അടുത്ത വർഷമായി. അടുത്ത വർഷം നല്ലതായിരിക്കട്ടെ.